ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സിനിമ പുതിയ ഇംഗ്ലീഷ് ചലച്ചിത്രമായ ബോർഡർ ലാൻഡ്സ് ആണ്. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ കോമഡി ജോണറിൽ വരുന്നൊരു പടമാണ്. പടത്തിൽ നായകനായിട്ട് വരുന്നത് കെവിൻ ഹാർട്ടാണ്, നായികയായിട്ട് വരുന്നത് കേറ്റ് ബ്ലാഞ്ചെറ്റാണ്. ഈ സിനിമ ഒരു കമ്പ്യൂട്ടർ ഗെയിമിനെ, ബോർഡർ ലാൻഡ്സ് എന്ന പേരിലുള്ള ഒരു കമ്പ്യൂട്ടർ ഗെയിമിനെ ആസ്പദമാക്കിയിട്ട് ചെയ്തിരിക്കുന്നൊരു സിനിമയാണ്. ആ ഗെയിമുമായിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഇതിന് ഒരു തവണ പോലും കളിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അധികം അറിവില്ല. ഇനി ഈ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹത്തിൽ നടക്കുന്ന ഒരു 50 പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ഗ്രഹത്തിൽ നടക്കുന്ന കഥയാണ്. പക്ഷേ ഭൂമിയോട് വളരെ സമാനമായ സാഹചര്യങ്ങൾ ഉള്ള ഒരു ഗ്രഹമാണത്. അവിടെ ഒരു രഹസ്യ കലവറയുണ്ട്. ആ കലവറ തുറക്കാനായി പോകുന്ന ഒരു 4 പേരുടെ കഥ പ്ലസ് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ 4 സംഘത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. എനിക്ക് ഈ സിനിമ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇതിൻ്റെ സ്റ്റൺ സീക്വൻസുകൾ, ഇതൊരു ഫുൾ ആൻഡ് ഫുൾ ആക്ഷനാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ക്വിക്കായിട്ട് ആക്ഷൻ സീക്വൻസുകൾ വരുന്നുണ്ട്. ആ ആക്ഷൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആക്ഷൻ്റെ പ്രൊമൈസ് വളരെ ഇൻട്രസ്റ്റിങ്ങും ഒരു പുതുമയുള്ളതായിട്ട് തോന്നി. അതിൽ 1-2 സീക്വൻസുകളൊക്കെ ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മലയാളത്തിലോ തമിഴിലോ ഈവൻ ഇന്ത്യൻ സിനിമകളിലെ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈക്ക് ഒരു ഫ്ലൂറസെൻ്റ് മാസ്ക് കിട്ടുക, മാസ്ക് നിന്ന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വരാനുള്ള സാധ്യത ഉള്ളൊരു സ്റ്റണ്ട് സീക്വൻസൊക്കെയാണ്. അപ്പോൾ സ്റ്റണ്ട് ആക്ഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഔട്ട് സാധനം. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്കും ടീമിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എലി റോത്താണ് ഇതിൻ്റെ ഡയറക്ടർ. നമ്മൾ ഹോസ്റ്റൽ പോലുള്ള സിനിമകൾ ചെയ്തത് പുള്ളിയാണ്. അതിനുമപ്പുറം ഈ ഗെയിമുമായിട്ട് എത്രമാത്രം ഒരു മാച്ചുണ്ട്, അല്ലെങ്കിൽ ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ബെറ്റർ ആണെന്നുള്ളതിനൊരു കറക്റ്റായിട്ടുള്ള ആൻസർ എൻ്റെ അടുത്തില്ല. പക്ഷേ ക്രിട്ടിക്സ് പറയുന്നത് ലൈക്ക് വളരെ മോശമാണ്, ഗെയിമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ സിനിമ ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള വിഷ്വൽസിൽ നിന്ന് മാറി വളരെ പുതുമയുള്ള വിഷ്വൽസ് ഉള്ള ഒരു പടമായിരുന്നു. കെവിൻ ഹാർട്ടിൻ്റെ കോമഡി നമ്പേഴ്സ് എല്ലാം വളരെ നീറ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് ഇതിൻ്റെ പടത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റാണ്. ആക്ഷൻ പ്ലസ് കോമഡി. കെവിൻ ഹാർട്ട് നല്ലോണം ആ കോമഡി സാധനങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. നമുക്കൊരു നിരാശയൊന്നും തോന്നില്ല. ഈ ബോർഡർ ലാൻഡ്സ് ഗെയിം കളിക്കുന്നവർക്ക് മേ ബി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, അതെനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഗെയിമൊന്നും കളിച്ചിട്ടില്ല, ഒരു ഇംഗ്ലീഷ് പടം നമുക്ക് വീക്കെൻഡ് പോയി കാണണം എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു പടമാണ്. ഇങ്ങനെ ബോറൊന്നും അടുപ്പിക്കില്ല. നല്ല കോമഡിയൊക്കെ ഉള്ള എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ പടമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.